നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടക്കഴിയൂർ നാലാംകല്ലിൽ 4 വയസ്സുകാരന് കുറുക്കന്റെ കടിയേറ്റു. പുതുക്കുളത്ത് വീട്ടിൽ റെജീന സിയാദിന്റെ മകൻ സയാനാണ് കുറുക്കന്റെ കടിയേറ്റത്. കുറുക്കന്റെ ആക്രമണത്തിൽ പകച്ച നാട്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുപുറം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. ഒരുമനൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF പ്രതിപക്ഷ അംഗങ്ങൾ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രതിപക്ഷ ആരോപണം അവാസ്തവമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. ഓർമ്മകളുടെ വീണ്ടെടുപ്പുമായി 4 ദിനരാത്രങ്ങൾ കുട്ടാടൻ നിറവിന് തിരിതെളിഞ്ഞു. കുട്ടാടൻ പാടത്തെ കർഷക ജീവിതങ്ങൾക്ക് വെളിച്ചവും വഴികാട്ടിയുമായിരുന്ന CK കുമാരന്റെ സ്മരണാർത്ഥമാണ് 4 ദിനങ്ങളിലായി കുട്ടാടൻ നിറവ് 25 സംഘടിപ്പിക്കുന്നത്. വിളംബര ഘോഷയാത്രയോടെയാണ് കുട്ടാടൻ നിറവിന് തുടക്കമായത്. തുടർന്ന് ഗുരുവായൂർ ആനക്കോട്ട പരിസരത്ത് CK കുമാരൻ നഗറിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അനുമോദന സദസ്സും കാർഷിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ, കൌൺസിലർമാരായ ബിബിത മോഹൻ, ഫൈസൽ പൊട്ടത്തയിൽ, കുട്ടാടൻ നിറവ് ചെയർമാൻ TT ശിവദാസൻ, കൺവീനർ KPV വിനോദ്, പേരകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KN രാമചന്ദ്രൻ, എറിൻ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രകാശ് ഉള്ളേരി, മട്ടന്നൂർ ശ്രീജിത്ത്, ചിറക്കൽ നിതീഷ് എന്നിവരുടെ മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി. കാർണിവൽ, രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, പച്ചക്കറി മത്സ്യമാംസ വിപണനമേള, ദൃശ്യചാരുതയുടെ നിറച്ചാർത്തുമായി കലാപരിപാടികൾ തുടങ്ങിയവ 4 ദിവസങ്ങളിലായി നടക്കും. എടക്കഴിയൂർ നാലാംകല്ലിൽ 4 വയസ്സുകാരന് കുറുക്കന്റെ കടിയേറ്റു. നാലാംകല്ല് പടിഞ്ഞാറ് പുതുക്കുളത്ത് വീട്ടിൽ റെജീന സിയാദിന്റെ മകൻ സയാനാണ് കുറുക്കന്റെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. സഹോദരൻ സിനാനൊപ്പം വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ഓടിവന്ന കുറുക്കൻ സയാനെ ആക്രമിക്കുകയായിരുന്നു. ചുണ്ടിന് കടിയേറ്റതോടെ കുട്ടി നിലവിളിച്ചു. ഇതോടെ പരിസരവാസികൾ എത്തിയതോടെ കുറുക്കൻ ഓടിപ്പോയി. ചുണ്ടിന് പരിക്കേറ്റ കുട്ടിയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഉച്ചയോടെ മറ്റൊരു സ്ത്രീക്ക് നേരെയും കുറുക്കൻ ആക്രമണത്തിന് തുനിഞ്ഞു. തലനാരിഴയ്ക്കാണ് ഇവർ കുറുക്കന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുപുറം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് CCTV നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു. പാതയിൽ സംഗീത നഗറിന് സമീപം വളവിലെ തകർന്ന റോഡും കവുക്കോട് പാലത്തിന് സമീപവുമാണ് വലിയ കുഴികൾ ഇരുചക്രവാഹനങ്ങൾക്ക് അപകട ഭീഷണിയായിരുന്നത്. നിരവധി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കുപറ്റിയിരുന്നു. ഏറെ നാളുകൾക്കു ശേഷം കഴിഞ്ഞ ദിവസമാണ് തകർന്ന റോഡ് റീടാറിംഗ് നടത്തി പാത സഞ്ചാരയോഗ്യമാക്കിയത്. അതേസമയം റോഡിനിരുവശവും മണ്ണും ചരലും കൂനിയായി കിടക്കുന്നുണ്ട്. മഴ ശക്തമാകുന്നതോടെ ഇവ റോഡിലേക്ക് ഒഴുകിയെത്തി അപകടങ്ങളുണ്ടാകുവാൻ സാധ്യതയേറെയാണെന്ന് ആശങ്കയുണ്ട്. പാലക്കാട് ജില്ലാതിർത്തി കവുക്കോട് പാലം മുതൽ 100 മീറ്റർ ദൂരം ഏറെ കാത്തിരിപ്പിന് ശേഷം ഫെബ്രുവരി അവസാനം ടാറിംഗ് നടത്തിയിരുന്നു. പഴഞ്ഞി, കടവല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ പട്ടാമ്പി, ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുവാൻ എളുപ്പവഴി കൂടിയായ പാതയിൽ ദിനംപ്രതി സ്വകാര്യ ഡെന്റൽ കോളേജ്, സ്കൂൾ, പള്ളി എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വളവിൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡിനിരുവശത്തും കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരുമനൂർ പഞ്ചായത്ത് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളം. UDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വികസന പ്രവർത്തനങ്ങൾക്കുള്ള 1 കോടി രൂപയോളം ലാപ്സാക്കി കളഞ്ഞ LDF ഭരണസമിതി രാജിവെച്ച ജനങ്ങളോട് മാപ്പ് പറയുക, പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമില്ലാതെ പഞ്ചായത്ത് ഹാളിന് വാങ്ങിയ അമിത വാടക ജനങ്ങൾക്ക് തിരികെ നൽകി മാപ്പ് പറയുക, പ്രസിഡന്റിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം യോഗത്തിൽ നിന്നും വാക്കൌട്ട് നടത്തിയത്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാര സമരവും ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ, നസ്ര മുഹമ്മദ്, ആരിഫ ജുഫേർ, UDF നേതാക്കളായ ഹംസ കടത്തറ, VP അലി, അബ്ദുൾ വഹാബ്, EP കുര്യാക്കോസ്, VA മോഹനൻ, ഹിഷാം കപ്പൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഒപ്പിടിക്കാൻ ഇവിടെ പറ്റുന്നില്ല, മീറ്റിംഗ് ഒപ്പിടിക്കുന്നില്ല. അങ്ങനെ പ്രസിഡന്റ് തോന്നിയാസം പ്രസിഡന്റിനെ കൊണ്ട് പിന്നില് പ്രസിഡന്റല്ല ഭരിക്കുന്നത്, ഇവിടെ ഭരണചക്രം വേറെ ആളെ ഭരിക്കുന്നത്. അപ്പൊ ഈ ആള് ഏതാളായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ വികസനം, ഒരുമനൂരിന്റെ വികസനം, ഇവിടെ ഒരു ജനങ്ങൾക്കൊരു കയ്യൊപ്പ് തെറ്റിയെന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ UDF വരും, ഇതൊക്കെ ശരിയാക്കും, ഒരു സംശയവുമില്ല.
ഇവിടെ LDF വന്ന് റോഡുകളും പഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയെന്ന് പ്രസിഡന്റ് വിജിത സന്തോഷ്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇറക്കിയ റിപ്പോർട്ടിൽ 7ാം സ്ഥാനമാണ് ഒരുമനയൂരിനുള്ളത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 103.45% തുക ചെലവഴിച്ചുകൊണ്ട് 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത്. അടുത്തൊരു ഇലക്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അവർ ഈ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത്. 100% തന്നെ ടാക്സ് പിരിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം 100% ആക്കിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ചുള്ള ഒരു വിവാദം മുൻ ഭരണസമിതി എങ്ങനെയാണ് വായിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇത്രയും കാലയളവിൽ വായിച്ചിരുന്നത്. വലിയ ഹാളിന് 10,000 രൂപയും ചെറിയ ഹാളിന് 5,000 രൂപയും, അങ്ങനെ കല്യാണ ആവശ്യങ്ങൾക്ക് 15,000 രൂപയാണ് ഇവിടെ വാങ്ങിച്ചിരുന്നത്. അതേ തുക തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റായൊരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രതിപക്ഷ ആരോപണം ഉയർത്തുന്നതോറും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പല വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇനിയും കൊണ്ടുവരും. ആരോപണങ്ങൾ ഉയരട്ടെ, വികസനങ്ങൾ നടന്നുകൊണ്ടേ. ചാവക്കാട് ബ്ലാങ്ങാട് 2 വയസ്സുകാരി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 9 പേർക്ക് ഭക്ഷ്യവിഷബാധ. വീട്ടിൽ പാചകം ചെയ്ത് കഴിച്ച മത്സ്യക്കറിയിൽ നിന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ബ്ലാങ്ങാട് ബീച്ച് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ മത്സ്യമാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. പാകം ചെയ്ത കറി ഉപയോഗിച്ച ദിവസം തന്നെ വീട്ടുകാർക്കെല്ലാം ഛർദിയും അതിസാരവും പിടിപെട്ടു. ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും കൂടിയതോടെ ഇവർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവരമറിഞ്ഞ് ആരോഗ്യ പ്രവർത്തകരുമെത്തി. ഫിഷറീസ് വകുപ്പ് നേതൃത്വത്തിൽ ശുചിത്വ നഗരം സുന്ദരതീരം 2ാംഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടന്നു. അണ്ടത്തോട് മുതൽ മന്ദലാംകുന്ന് വരെയുള്ള തീരത്ത് നിന്നാണ് 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരണം നടത്തിയത്. പുന്നിയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PS അലിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബുഷറ നൌഷാദ്, ഷാനിബ മൊയ്നുണ്ടി, അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, ഫിഷറീസ് ഓഫീസർ ടോണി തുടങ്ങിയവരും ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉൾപ്പെടുന്ന വാഗ ഗ്രാമലക്ഷ്മി റോഡ് റീടാറിംഗ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ഷാലി ചന്ദ്രശേഖരൻ, എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TD സുനിൽ, മുൻ പഞ്ചായത്ത് അംഗം CT ഫ്രാൻസിസ്, KM പരമേശ്വരൻ, PK സുലൈമാൻ എന്നിവർ സംസാരിച്ചു. 550 മീറ്റർ നീളമുള്ള റോഡിന് 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പലതവണ റീടാറിംഗിനായി പദ്ധതി സമർപ്പിച്ചിരുന്നുവെങ്കിലും കരാറുകാർ ബഹിഷ്കരിച്ചതിനാൽ റോഡ് റീടാറിംഗ് നടന്നിരുന്നില്ല. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രവും ജില്ലാ മെഡിക്കൽ ഓഫീസും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തി. അതിഥി തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന മണികണ്ഠേശ്വരത്ത് നടത്തിയ ക്യാമ്പിൽ 50ഓളം പേർ പങ്കെടുത്തു. തൊഴിലാളികളുടെ രക്തസമ്മർദ്ദം, പ്രമേഹം, മലേറിയ, ക്ഷയം എന്നീ അസുഖങ്ങൾക്കുള്ള പരിശോധനകൾ നടത്തി. മണികണ്ഠേശ്വരം ബ്രെയിറ്റ് സ്റ്റഡി സെന്ററിൽ നടത്തിയ ക്യാമ്പിന് വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത NG, ഹമീമ SN, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോളിമോൾ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ, വാർഡ് മെമ്പർ സരസ്വതി എന്നിവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വ്യാജരേഖ ചമച്ച് സാമ്പത്തിക തട്ടിപ്പും തിരിമറിയും നടത്തിയതായി ആരോപിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൃഷി ഓഫീസിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി കഴിഞ്ഞ ദിവസം ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. സഹപ്രവർത്തകരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ബില്ലുകൾ സമർപ്പിച്ചു എന്നതടക്കം ഗുരുതര ആക്ഷേപങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 2.5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രമക്കേടിന്റെ വിവരങ്ങൾ വിജിലൻസിനെയോ പോലീസിനെയോ അധികൃതർ അറിയിച്ചിട്ടില്ല. പ്രതിഷേധ മാർച്ച് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കൃഷി വകുപ്പിന്റെ കീഴിൽ ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ നടക്കുന്ന ഇത്ത പദ്ധതി കൊണ്ട് വൗച്ചർ എഴുതി കപ്പിട്ട് പ്രഷർ കബളിപ്പിച്ച് ഈ നാട്ടിലെയും പറ്റി നടക്കുന്ന അഴിമതിക്കഥ പുറത്തു വരിക എന്ന ലക്ഷ്യം കൂടി തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഇങ്ങനെ ഒരു വികസന വകുപ്പ് ഈ നാട്ടിലെ കർഷകരെ രക്ഷിക്കാനാണെന്ന വ്യാജ പേരിൽ അവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കാത്തതായ പദ്ധതികൾ എഴുതി ഒപ്പിട്ട് ട്രഷറിയെ കബളിപ്പിച്ചും ഇനിയുള്ള ആളുകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്.
കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷമീറ നാസർ, MH റഫീഖ്, MN സലാഹുദ്ദീൻ, അബ്ദുൾ ഹൈ, താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീന്റെ നേതൃത്വത്തിൽ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. കൃഷി ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്കും മറ്റും ചെലവായതായി സമർപ്പിച്ച ബില്ലുകളിൽ ഒപ്പ് വ്യാജമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരിശോധനാ സമയത്ത് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ല. ലഭിച്ച സേവനങ്ങളുടെ പേരിൽ വ്യക്തികൾക്ക് കൈമാറേണ്ട തുകകൾ അധികൃതർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും ആക്ഷേപമുണ്ട്. നടക്കാത്ത യോഗങ്ങളുടെ പേരിൽ വൗച്ചർ പാസാക്കിയെടുത്തെന്നും റിപ്പോർട്ടിലുണ്ട്. പരിശീലന പരിപാടികൾ, ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചതിന്റെ മറവിലാണ് ഏറെയും ക്രമക്കേടുകൾ. വ്യാജ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ച് തുക പാസാക്കിയെടുത്തത് ക്രിമിനൽ കുറ്റമാണെന്നതിനാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ചതിനെതിരെ കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടന്നത്. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. KLM യൂണിറ്റ് പ്രസിഡന്റ് PV ഷാജൻ അധ്യക്ഷനായി. സെക്രട്ടറി KK ജോഷി, ട്രഷറർ PL ലിയോ, കേന്ദ്രസമിതി പ്രസിഡന്റ് അൽഫോൺസ് മുട്ടത്ത്, സെക്രട്ടറി AJ ജോൺസൺ, ട്രസ്റ്റിമാരായ PV തോമസ്, TL ജോൺസൺ, PK ജാക്സൺ, MP സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധം 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 ആരും ആരും മുതിരേണ്ട ആരും ആരും മുതിരേണ്ട ആരും ആരും മുതിരേണ്ട ആരും ആരും മുതിരേണ്ട. കൈകോർക്കാം ലഹരിക്കെതിരെ. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ വനിതാ റാലി നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 9-ന് കുന്നത്തേരിയിൽ നിന്നും ആരംഭിച്ച ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിക്കും. തുടർന്ന് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വിദ്യാർത്ഥികൾക്കായി VHS NSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസും നടക്കും. സാംസ്കാരിക നിലയം രജത ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ വായനശാല സംഘടിപ്പിക്കുന്നുണ്ട്. സർഗരചന, നാടൻപാട്ട് മത്സരങ്ങൾ, തൊഴിൽ പരിശീലനം, സാംസ്കാരിക സമ്മേളനം, നാടകം, വിജയ സദസ്സ്, ഓണപ്പാട്ട് മത്സരം, നിയമ ബോധവൽക്കരണ ക്ലാസ്, കേരള നവോത്ഥാനം സെമിനാർ എന്നിവ നടക്കും. 2026 ജനുവരി 30 സമാപന സമ്മേളനം നടക്കും. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക വില വർധനയ്ക്കെതിരെ ജെറുസലേം സെന്ററിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. KSKTU വനിതാ സബ് കമ്മിറ്റി കൺവീനർ PK കൗസല്യ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി KK സുനിൽകുമാർ, വാർഡ് മെമ്പർ ഖദീജ ഹസൻ എന്നിവർ സംസാരിച്ചു. ബിന്ദു മനോഹരൻ സ്വാഗതവും ശൈലജ അരുൺദാസ് നന്ദിയും പറഞ്ഞു. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ CDSകളുടെ നേതൃത്വത്തിൽ വിപണന മേളയ്ക്ക് തുടക്കമായി. കുന്നംകുളം നഗരസഭയിൽ കുടുംബശ്രീ CDS 1-ന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് പിറകുവശത്ത് ആരംഭിച്ചിട്ടുള്ള വിഷുചന്ത നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ യൂണിറ്റുകൾ വിളവെടുത്ത പച്ചക്കറികളും ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുമാണ് ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത്. വാഴപ്പഴം, മാങ്ങ, വെള്ളരിക്ക, ചേന, കുമ്പളം, കൂർക്ക, മത്തൻ, കൊള്ളി, ഉണ്ണിയപ്പം, ചിപ്സ്, അച്ചാറുകൾ തുടങ്ങിയവ ചന്തയിൽ ലഭിക്കും. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാർ, അക്കൗണ്ടന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് CDS 1-ന്റെ ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ സ്വാഗതവും മെമ്പർ സെക്രട്ടറി PB ബിന്നു നന്ദിയും പറഞ്ഞു. 13-ാം തീയതി ഞായർ വരെ വിഷുചന്ത പ്രവർത്തിക്കും. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച വിപണനമേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ഷാലി ചന്ദ്രശേഖരൻ, സീമ ഷാജു, ലിസി വർഗീസ്, സുരേഷ് കരുമത്തിൽ, കൃഷി ഓഫീസർ CR രാഗേഷ്, CDS ചെയർപേഴ്സൺ ഷീല മുരളി, CDS മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, നാടൻ പച്ചക്കറികൾ, വിവിധതരം തുണിത്തരങ്ങൾ എന്നിവ മിതമായ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. ഏപ്രിൽ 12 വരെ മേള തുടരും. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മാവേലി സ്റ്റോറിന് സമീപം ആരംഭിച്ച വിപണനമേള പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർമാരായ ഉഷ, ഗിരിജ, നിഷിൽ, ഫസൽ റഹ്മാൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. അഗ്രികൾച്ചർ CRP ഷജ്മ, ശ്രീജ സുനിൽ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ JLGക്കാരുടെ പച്ചക്കറികൾ, കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള വിഷുചന്ത ഏപ്രിൽ 11 മുതൽ 13 വരെയായി 3 ദിവസങ്ങളിൽ നടക്കും. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വിഷുചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, വൈസ് ചെയർപേഴ്സൺ ലത സുധാകരൻ, മെമ്പർ സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, MEC സ്മിത, CDS മെമ്പർമാർ ജാസ്മിൻ, സുമയ്യ, അഗ്രി CRP പ്രസീത, മറ്റ് ADS അംഗങ്ങൾ, JLG അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 5 വയോജനങ്ങൾക്കും 15 ഭിന്നശേഷിക്കാർക്കും 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീം അഷ്റഫ്, പഞ്ചായത്ത് അംഗം സെലീന നാസർ, കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ്, ICDS സൂപ്പർവൈസർ ശാന്തിനി എന്നിവർ സംസാരിച്ചു. കൃഷി ലഹരിയാക്കിയ ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ M ബാലാജിയുടെ തോട്ടത്തിലെ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. കൊരട്ടിക്കരയിലെ ബാലാജിയുടെ വസതിയോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് വിഷുവിന് വിളവെടുക്കാൻ പാകത്തിൽ കണിവെള്ളരി കൃഷി ചെയ്തിരുന്നത്. വെള്ളരിക്ക് പുറമെ മത്തൻ, കുമ്പളം, പയർ, വെണ്ട, വഴുതന, ചോളം തുടങ്ങി നിരവധി പച്ചക്കറികളും തോട്ടത്തിൽ വിളയിച്ചിട്ടുണ്ട്. തികച്ചും ജൈവരീതിയിൽ തയ്യാറാക്കുന്ന വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാൽ നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഇത്തവണ തോട്ടത്തിൽ ഇരട്ട വെള്ളരി വിളഞ്ഞത് കൗതുക കാഴ്ചയായി. വിളവെടുക്കുന്ന പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് വാങ്ങുന്നതിനായി പെരുമ്പിലാവ് സെന്ററിൽ കർഷകന്റെ കടയുമുണ്ട്. ദിവസവും വിളവെടുത്ത ശുദ്ധമായ പച്ചക്കറികളാണ് വൈകുന്നേരങ്ങളിൽ മിതമായ വിലയിൽ ഇവിടെ നിന്നു ലഭിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന വിപണന കാര്യങ്ങളെ കുറിച്ചാണ് കർഷകർ ഏറ്റവും വലിയ പരാതിയുള്ളത്. ആ വിപണന ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെന്ന് മാത്രമല്ല, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്ക് വേറെ സംവിധാനമൊന്നുമില്ല. നമ്മൾ പെരുമ്പിലാവിലെ റോഡ് സൈഡിൽ ചെറിയ ഷെഡ് കെട്ടി എല്ലാ ദിവസവും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ദിവസവും വിളവെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. CPIM നേതാവും സാമൂഹിക പ്രവർത്തകനുമായ ബാലാജിയുടെ സഹധർമ്മിണിയും കൃഷിയിൽ സജീവമായി ഒപ്പമുണ്ട്. കൃഷിയെ ഒരു ലഹരിയായി കാണുകയും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നല്ല പച്ചക്കറികൾ ഉപയോഗിക്കുവാനും ഇതിനായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതിരിക്കാനും സാധിക്കുമെന്നതോടൊപ്പം ഒരു നല്ല തൊഴിലും ജീവിതോപാധിയും കൂടിയാണ് കൃഷി എന്നാണ്. കണിവെള്ളരി കണി കണ്ടാൽ അല്ലെങ്കിൽ അതുപോലെ പച്ചക്കറിയൊക്കെ വെക്കും, പക്ഷെ വെള്ളരിയിലാണ് കണി പൂർത്തിയാവില്ല. അപ്പം അങ്ങനെ കണി കണ്ടാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യ സമൃദ്ധമായിരിക്കും എന്നാണ് മലയാളി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ മലയാളികളും, കേരളത്തിലെന്നല്ല മലയാളി ലോകത്ത് എവിടെയുണ്ടോ ആ മലയാളികളൊക്കെ വിഷു ആഘോഷിക്കും. ആ വിഷുയുടെ ആഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പുലർച്ചെ വിഷുക്കണി കാണലാണ്. ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകനുള്ള പുരസ്കാര ജേതാവ് കൂടിയായ ബാലാജിയുടെ അഭിപ്രായം. പാഴിയോട്ടുമുറി KR തെക്കേടത്തുമന ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ പാഴിയോട്ടുമുറി പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്താണ് വെള്ളരി, പടവലം, വെണ്ട ഉൾപ്പെടെയുള്ള പച്ചക്കറി ചെയ്തിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തെക്കേടത്തുമന ഡയറക്ടർ KR രഞ്ജിത്ത് അധ്യക്ഷനായി. പാടശേഖര സമിതി പ്രസിഡന്റ് MG സന്തോഷ്, പ്രിയ രഞ്ജിത്ത്, E ചന്ദ്രൻ, PE ബാബു, ഷാജു പുലിക്കോട്ടിൽ, ശശി കുടക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ബ്രഹ്മക്കുളം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വനിതാ സബ് കമ്മിറ്റി പാചകവാതകത്തിന്റെ വില വർധനയിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകര പോൾമാസ്റ്റർ പടിയിൽ നടന്ന സമരം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീബിത ഷാജി ഉദ്ഘാടനം ചെയ്തു. സുനിത വിജയൻ അധ്യക്ഷയായി. CPM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്,
സതി കൃഷ്ണൻ, AS സതീഷ്, CF രാജൻ, ഷൈനി സതീഷ് എന്നിവർ സംസാരിച്ചു. 30ാമത് ഷാർജ അവാർഡ് ഫോർ എഡ്യൂക്കേഷണൽ എക്സലൻസിലേക്ക് ഹാഫിദ് എളയടത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് സ്വദേശിയാണ് ഹാഫിദ്. എമിറേറ്റ്സ് ഹിൽസിലെ ദുബായ് ഇന്റർനാഷണൽ അക്കാദമിയിൽ 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹാഫിസ് എളയടത്താണ് 30ാമത് ഷാർജ അവാർഡ് ഫോർ എഡ്യൂക്കേഷണൽ എക്സലൻസിന്റെ വിദ്യാർത്ഥികളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1994 ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ സ്ഥാപിതമായ ഈ അവാർഡ് UAE-യിലുടനീളമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നുള്ള അസാധാരണ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഈ വർഷം രാജ്യവ്യാപകമായി 1460 അപേക്ഷകരിൽ നിന്ന് 51 വിജയികളെയാണ് തെരഞ്ഞെടുത്തത്. ഇവരിൽ നിന്നും ഗ്രേഡ് തലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഹാഫിദ്. അവാർഡിൽ സ്കോളർഷിപ്പും ഉൾപ്പെടും. അക്കാദമിക് പ്രകടനം, നേതൃത്വം, സർഗാത്മകത, നവീകരണം, കമ്മ്യൂണിറ്റി പങ്കാളിത്തം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവാർഡ്. ഫൈസൽ മുഹമ്മദ് പിതാവും സബിത ഫൈസൽ മാതാവുമാണ്. മെയ് 8-ന് ഷാർജയിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കും. നീണ്ടൂർ തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫണ്ട് പാസായിട്ടും കടങ്ങോട് പഞ്ചായത്ത് 15ാം വാർഡ് നീണ്ടൂർ തോട്ടിലെ ചെളിയും മണ്ണും നീക്കം ചെയ്ത് വശങ്ങൾ കെട്ടി പരിപാലിക്കാതെ ഭരണസമിതി അനാസ്ഥ കാണിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. SDPI കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് AM തൗഫീഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ട്രഷറർ ഇല്യാസ് നീണ്ടൂർ, സലീം നീണ്ടൂർ, നിഷാദ് ക്രിസ്റ്റൽ, ഹനീഫ നീണ്ടൂർ, റഹ്മാൻ നീണ്ടൂർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 8,745 രൂപ, പവന് 69,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 105 രൂപ. ചരമം. CPIM പോർക്കുളം സെന്റർ ബ്രാഞ്ച് മുൻ സെക്രട്ടറി കുട്ടംകുളങ്ങര വീട്ടിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ ജിനേഷ് നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. കോമളം മാതാവും പ്രഭിത ഭാര്യയും അനുനന്ദ്, അൻവിത എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടക്കഴിയൂർ 4ാം കല്ലിൽ 4 വയസ്സുകാരന് കുറുക്കന്റെ കടിയേറ്റു. പുതുക്കുളത്ത് വീട്ടിൽ റെജീന സിയാദിന്റെ മകൻ സയാനാണ് കുറുക്കന്റെ കടിയേറ്റത്. കുറുക്കന്റെ ആക്രമണത്തിൽ പകച്ചു നാട്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുംപുറം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. ഒരുമനൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രതിപക്ഷ ആരോപണം അവാസ്തവമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.